നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറേ ആയിട്ട് ഞാൻ കാര്യമായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അതാണ്. ഇതിൽ കുറേ ദിവസത്തെ ഉണ്ടാവും, ഒരു 3-4 ദിവസത്തെ വീഡിയോ മിക്സ് ആയിട്ടാണ്. കാരണം ഒരു ദിവസം തന്നെ മൊത്തം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വാവയുള്ളതുകൊണ്ട് തന്നെ. ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്മ ശീബോധി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാമായണ മാസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശീബോധി വിൽക്കാറുണ്ട്. അതെല്ലാ സ്ഥലത്തും ഉണ്ടോയെന്നറിയില്ല, ഇവിടെ വിൽക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്ന റൂമിൽ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രസ്റ്റ് പമ്പിൻ്റെ ഐറ്റംസാണ്. ഞാൻ അതിൻ്റെത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് ബോട്ടിൽ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ ഫാനിൻ്റെ ചോട്ട് വെച്ചിട്ടാണ് മിക്കപ്പോഴും ഉണക്കാറുള്ളത്. തീരെ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനായിട്ട് ഞാനൊരു തുണി മാറ്റി വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് തുടക്കുകയില്ല, ടിഷ്യൂ വെച്ചിട്ട് തുടക്കുകയും ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ സാധനവും എടുത്ത് കാര്യമായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവിടെ എന്താണെന്നറിയോ, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ ഒരുമാതിരി ഒരു ഈർപ്പവും ഒരു പൂപ്പലൊക്കെ പോലെയാണ്. അതെനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ വെള്ളം ഉറവ് വരില്ലേ, അതുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. കാര്യമായിട്ട് തന്നെ കുറേ ആയി ഞാൻ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഫസ്റ്റ് തന്നെ മാറാല തട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധനം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഫാന് തട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അതിങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് അത് സെറ്റായിട്ടില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അത് വർക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ മൊത്തം മീഷോ ഐറ്റംസാണ്. കാരണം നല്ല അഫോർഡബിളിൽ നമുക്ക് കുറേ ഐറ്റംസ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വിധമൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ എന്തൊക്കെയാണ് മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്ഥലം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ഈ ചുമരിൻ്റെ അവിടെ അതേപോലെ ഇങ്ങനെ പെയിൻറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്, ഈ ഒരു ഈർപ്പം കാരണം കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയാവില്ല. വീണ്ടും 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 എന്തോ ആ സ്ഥലത്ത് അത് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നും. അപ്പോൾ അതെടുത്ത് മാറ്റും, പിന്നെയും വൃത്തിയാക്കും. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ. മെയിനായിട്ട് നമ്മുടെ റൂമിൽ ഒരു ചെറിയൊരു റാക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് മെയിനായിട്ട് എനിക്ക് തൃപ്തിയാവാത്തത്. കാരണം കുറേ സാധനമുണ്ട്. അപ്പോൾ അതിങ്ങനെ വാരി വലിച്ചിട്ട പോലെയാണോ എന്നൊരു തോന്നലുണ്ട്. ഈ സ്ഥലമല്ലേ, ഇവിടെയാണ് മെയിനായിട്ട് എനിക്കൊരു തൃപ്തിയാവാത്തത്. എത്ര ചെയ്താലും ഇങ്ങനെ വാരി വലിച്ചിട്ട പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സാധനം എടുത്ത് മാറ്റും, പിന്നെ എടുത്ത് വെക്കും, വേറെ എടുത്ത് വെക്കും. അങ്ങനെയാണ് എൻ്റെ മെയിൻ പരിപാടി. അതെല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല. എനിക്ക് ഈ കുക്കിംഗ് പരിപാടിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ക്ലീൻ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തേ ഉള്ള മെഡിസിനാണ്. അത് ഇപ്പം എന്തിനൊക്കെയാണ് ഏതാണെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അറിയാത്തതൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഹിമാലയൻ്റെ ഈ പൗഡറില്ലേ, ഇത് നമുക്ക് പാലുടീൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഹിമാലയൻ്റെ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് എക്സ്ട്രാ കുറേ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് എടുത്ത് വെക്കുക, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വെറ്റ് വൈപ്പില്ലേ, അത് നോവലിൻ്റെ വെറ്റ് വൈപ്പാണ്. അതും എനിക്ക് അന്ന് പാലുടീൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ്. വാവയ്ക്കാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് റാഷസൊക്കെ വരും. അപ്പോൾ ഞാൻ ഈ ഒരു വെറ്റ് വൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ മദേഴ്സ് വാഷിൻ്റെ ആ ഒരു വെറ്റ് വൈപ്പില്ല, അതാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അത് നല്ലതാണ്. അതിനെക്കൊണ്ട് വാവയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇപ്പം വാങ്ങി ഇപ്പം അൺബോക്സ് ചെയ്തിട്ട് അതേപോലെ വിരിച്ച് വെച്ചതാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി, അപ്പം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. ഈ ഒരു പട്ടി നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഒരു പാവാണ്, ഉപദ്രവകാരിയൊന്നുമല്ല. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള റാക്കും കാര്യങ്ങളില്ലേ, അതായത് ഡിസൈനിന് വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ്, അതൊക്കെ ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം വാവ നല്ല ഉറക്കമാണ്. അപ്പം അവിടെ വാവനെ വെച്ചിട്ട് ഇതൊക്കെ തട്ടിയിട്ട് പൊടിയൊന്നും ആവണ്ട എന്നുള്ളതുകൊണ്ടും പിന്നെ ഒച്ചയും പാളൊക്കെ ആയിട്ട് എഴുന്നേൽക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. വാങ്ങിയിട്ട് കുറേ വർഷമായി. ഇപ്പം അതിൻ്റെ ആ വയറിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നാക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ മെയിൻ
പരിപാടി എന്ന് പറയുന്നത് റൂമിൽ തന്നെയുള്ള വേറൊരു ഓർഗനൈസർ ഉണ്ട് കേട്ടോ. അപ്പം അത് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അത് വൈറ്റാണ് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം, ഇല്ലെങ്കിൽ മൊത്തം പൊടി ഇങ്ങനെ ആയിട്ടൊരു വൃത്തികേടാണ് കാണാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും നമ്മുടെ ഈ ഡോറില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ ആയിട്ട് ഞാൻ തട്ടിയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി സെറ്റാക്കാനുണ്ട്. ഇതാണ് കേട്ടോ, ഇത് ഞാൻ മീഷോ ആണോ ആമസോൺ ആണോ എന്ന് ഓർമ്മയില്ല, എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. വലിയ പ്രൈസൊന്നുമില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരുവിധം ഐറ്റംസ് ഒക്കെ ഏറിപ്പോയാൽ ഒരു 1000 അതിൽ കൂടുതൽ റേറ്റ് വരുന്ന ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എല്ലാം റേറ്റ് കുറഞ്ഞിട്ട് കുറച്ച് നല്ല കംഫർട്ടബിൾ ആണ്, അതേപോലെ തന്നെ ക്വാളിറ്റി നല്ലതാണെന്നുള്ളത് മാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കിടക്കുന്ന അകത്താണ് കേട്ടോ ഇത്രയും സാധനങ്ങളുള്ളത്. അമ്മ കിടക്കുന്ന അകത്ത് സാധനങ്ങൾ കുറവാണ്, അതുകൊണ്ട് തന്നെ പൊടിയും മാറാലും എങ്ങനെയൊന്നും അതൊന്നും ഇല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മൾ ഒരുപാട് സാധനം ഇങ്ങനെ വെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് സാധനം മതി. അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും കുറവായിരിക്കും, പെട്ടെന്ന് വൃത്തിയിടും ആവില്ലല്ലോ. പിന്നെ ഓരോ സാധനങ്ങളും വെക്കാൻ സ്ഥലം വേണ്ടേ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഒരുവിധം തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് ഒതുക്കി വെക്കാൻ കേട്ടോ. ഞാൻ ഓൾറെഡി വൈറ്റ് ആ ഒരു ഓർഗനൈസറിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു ലൈറ്റാണ്, ഇത് നല്ല യൂസായിരുന്നു കേട്ടോ. കാരണം വാവ ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റ് നമുക്ക് ഡിം ലൈറ്റ് യൂസ് ചെയ്യണമായിരുന്നല്ലോ, അങ്ങനെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വേറൊരു ചെറിയൊരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ചേച്ചിമാരേ ഒരു ഹായ് വത്താലി, ഒരു ഹായ് വത്താലി. ഗുഡ് മോർണിംഗ് പറഞ്ഞാലി, ഗുഡ് മോർണിംഗ്. അവിടെ കുളി കഴിഞ്ഞു, ഇനി ഒരു പൊട്ട് തൊടണോ, ഒരു ബ്യൂട്ടി കുത്ത് കുത്തണോ, എന്നിട്ട് വാവ ഒങ്ങനോ അല്ല കുഞ്ഞ തൊത്തുവനിയേ തൊത്തുവനി അവിടെ ഹായ് വയ്യോ. അങ്ങനെ ഇതാ വാവ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പൊട്ടും പിന്നെ ഒരു ബ്യൂട്ടി കുത്തും തൊട്ട് കൊടുക്കുന്നുണ്ട്. പിരുകം എഴുതാറില്ല കേട്ടോ, കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വാവയ്ക്ക് അത് എഴുതണ്ടാന്ന്, കാരണം ആ പിരുകത്തിൻ്റെ അവിടെ എന്തോ അലർജി ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കുത്ത് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറേ കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മിക്കപ്പോഴും ഞാനിങ്ങനെ നമ്മുടെ മടിയിൽ തന്നെ വെച്ചിട്ടാണ് തൊട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെ കിടക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിലത്ത് കിടത്തിയിട്ട് ഇറക്കി എടുത്തതാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തിൽ അമ്മ ചായ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചായ കൂടി ഓൾറെഡി കഴിഞ്ഞതാണ്. ഇത് നമ്മുടെ മിഡിൽ ടൈമിലുള്ള ഒരു ചായ കൂടിയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോസും റീൽസും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനിയത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവേൻ്റെ ഒരു ഓർഗനൈസർ ഉണ്ട്, അതൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് പല്ലൊക്കെ പറിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒതുക്കിയൊന്നും വെക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എവിടെയാണോ കാണുന്നത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനം ഓരോരോ ട്രേയിലായിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ട്രൈ ഷീറ്റ് ഒരു ട്രേയിൽ, പിന്നെ നമ്മുടെ ഈ ലങ്കോട്ടിയും പിന്നെ അതേപോലെ വൈറ്റ് ക്ലോത്തും ഇല്ലേ അത് ഒരു ട്രേയിൽ, റോംബേഴ്സ് ഒന്നിൽ, ഇടുന്ന ഡ്രസ്സ് ഒന്നിൽ, അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ വെച്ചത്. അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ ഈസിയാണല്ലോ. ഇങ്ങനെ വാരി വലിച്ചിടുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൂമിലുണ്ടായിരുന്ന അലമാരില്ലേ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ഡ്രസ്സ് അല്ലാത്ത ഡ്രസ്സ് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. വാവ ഇല്ലാതെ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഫീഡിങ് ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എന്നും അതായത് എപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ ഇതേപോലത്തെ ഒരു ഓർഗനൈസറിലാക്കിയിട്ട് കട്ടിൻ്റെ അടിയിലേക്ക് വെക്കലാണ് കേട്ടോ, ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്നുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.